വിവിധ വന്യജീവി ആക്രമണങ്ങളിൽ ആശങ്കയിലായി ഇടുക്കിയിലെ ജനങ്ങൾ. ഇടുക്കിയിൽ ആനയും പുലിയും ജനവാസ മേഖലയിൽ ഇറങ്ങി. ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ വീട് ഭാഗികമായി തകർന്നു. ദേവികുളം മിഡിൽ ഡിവിഷനിൽ ഇറങ്ങിയ പടയപ്പ ജനവാസ മേഖലയോട് ചേർന്ന് നിലയുറപ്പിച്ചിരിക്കുകയാണ്. തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു. തോട്ടം തൊഴിലാളിയായ മുനിയാണ്ടിയുടെ പശുവാണ് ചത്തത്. ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ, വളരെ വലിയ ഒരു തരത്തിൽ ജനങ്ങൾ ആശങ്കയിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. വന്യജീവി ആക്രമണങ്ങളിൽ ജനം പൊറുതിമുട്ടിയ സാഹചര്യം. തീർച്ചയായിട്ടും ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ വന്യജീവി ആക്രമണങ്ങളാൽ പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇടുക്കി ചിന്നക്കനാലിൽ സിംഗുകണ്ടത്ത് മനോജ് മാത്യു, കൂനമ്മാക്കൽ മനോജ് മാത്യു എന്ന ആളുടെ വീടാണ് പുലർച്ചെ 4 മണിയോടുകൂടി ചക്കക്കൊമ്പൻ ഇടിച്ച് തകർത്തത്. വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ സീലിംഗ് അടക്കമുള്ളത് തകർന്നു പോകുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയോടൊപ്പം തന്നെ സന്തത സഹചാരിയായി ഉണ്ടായിരുന്ന ആനയാണ് ചക്കക്കൊമ്പൻ. ആ കാലഘട്ടത്തിൽ അരിക്കൊമ്പനാണ് ആളുകളെ കൊല്ലുന്നതിന് നേതൃത്വം കൊടുത്തിരുന്നത്. 7ഓളം പേരെ അരിക്കൊമ്പൻ അന്ന് കൊന്നിരുന്നു. അതിനെ തുടർന്നാണ് അരിക്കൊമ്പനെ ആ മേഖലയിൽ നിന്ന് മാറ്റുന്നതിന് നടപടി സ്വീകരിച്ചത്. അന്ന് ആ ആനയോടൊപ്പം സഞ്ചരിച്ചിരുന്ന ആനയാണ് ഈ ചക്കക്കൊമ്പൻ. എന്നാൽ ആ അരിക്കൊമ്പൻ എത്തരത്തിലാണോ അക്രമം സംഘടിപ്പിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെ ചക്കക്കൊമ്പൻ മേഖലയിലിറങ്ങി ആളുകളുടെ വീടുകൾ തകർക്കുകയും കൃഷികൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ചിന്നക്കനാൽ മേഖലയിലുണ്ട്. അതുപോലെ തന്നെ ഇടമലക്കുടിയിൽ, കാടിനുള്ളിൽ തന്നെയാണ് ഇടമലക്കുടിയെങ്കിലും അവിടെ ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിലുള്ള കാട്ടാന ആക്രമണം കുടികൾക്ക് നേരെ ഉണ്ടാവുകയാണ്, സൊസൈറ്റികൾക്ക് നേരെ ഉണ്ടാവുകയാണ്. സൊസൈറ്റിയിൽ പലചരക്ക് സാധനങ്ങൾ സൊസൈറ്റി തകർത്ത് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇടമലക്കുടിയിലുണ്ടായി. അതുപോലെ തന്നെ തലയാറിൽ പുലി ഇറങ്ങി നിലവിൽ 5ഓളം പശുക്കളെ കൊന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയും ഒരു പശുവിനെ കൊന്നിട്ടുണ്ട്. ആ മേഖലയിലും ജനങ്ങൾ പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നിരവധി പെരുമ്പാമ്പിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു, കാട്ടുപോത്തിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ആളുകൾ ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പടയപ്പ ഇപ്പോൾ ജനവാസ മേഖലയിൽ ദേവികുളം മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അങ്ങനെ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ വന്യജീവി ആക്രമണങ്ങളാൽ ക്ലേശിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജോസിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ശാശ്വത പരിഹാരം തന്നെയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളടക്കം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രത്തോളം ഭീതിയിലായിരിക്കും ഇടുക്കിയിലെ ജനങ്ങളെന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ ദിവസത്തെ വാർത്തയൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. പടയപ്പയടക്കം റോഡിലിറങ്ങിയ വാഹനങ്ങളൊക്കെ തന്നെ തടയുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ ചക്കക്കൊമ്പനാകട്ടെ ഇത്തരത്തിൽ വീട് തകർക്കുന്ന സാഹചര്യം. സമാന സംഭവങ്ങളൊക്കെ തന്നെ ഓരോ ദിവസം കഴിയും തോറും ആവർത്തിക്കുകയാണ്. ജോസിൽ, തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വളരെ പരിമിതിയുണ്ട്. കാരണം 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ കീഴിൽ ഒരു സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. വ്യാപകമായി കൊന്നൊടുക്കുകയോ അല്ലെങ്കിൽ വംശവർദ്ധനവ് തടയാനുള്ള നടപടി സ്വീകരിക്കാനുള്ള നിയമങ്ങളൊന്നും നിലവിലില്ല. ആ ഒരു സാഹചര്യത്തിൽ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ മാത്രമാണ് സാധിക്കുക. പക്ഷേ ഈ ഫണ്ടിൻ്റെ അപര്യാപ്തതയൊക്കെ സർക്കാരിനെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഈ ഏകദേശം ചതുരശ്ര കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഈ വനമേഖലയാകെ ഫെൻസിംഗ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സർക്കാരിൻ്റെ ഒരു വർഷത്തെ വാർഷിക ബഡ്ജറ്റ് പൂർണ്ണമായി ഉപയോഗിച്ചാൽ പോലും തികയാത്ത അവസ്ഥയുണ്ട്. എങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഈ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൽ വേണ്ട തിരുത്തലുകൾ വരുത്തിയാൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കാലങ്ങളായി ഈ വനവൽക്കരണത്തിൽ എടുത്തിരിക്കുന്ന നിലപാടുകളൊക്കെ തിരുത്തേണ്ടതായിട്ടുണ്ട്. ഈ വനത്തിനുള്ളിൽ തന്നെ ഈ മൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റയും വെള്ളവും എല്ലാം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നമുക്കറിയാം. നേരത്തെ വനവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിരുന്നത് തേക്ക്, മാഞ്ചിയം അടക്കമുള്ള ജലം ധാരാളം വലിച്ചെടുക്കുന്ന വൃക്ഷങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ മൃഗങ്ങൾ ഭക്ഷിക്കുന്ന പ്ലാവ്, ആഞ്ഞിലി അടക്കമുള്ള ഈറ്റ അടക്കമുള്ള രീതിയിൽ വനവൽക്കരണം സംഘടിപ്പിക്കുകയും വനത്തിനുള്ളിൽ തന്നെ തടാകങ്ങൾ നിർമ്മിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ഇതിനകത്തൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ വന്യജീവി സംരക്ഷണ നിയമത്തിലും വനസംരക്ഷണ നിയമത്തിലുമൊക്കെ കൃത്യമായ നിലപാടുകളും നിയമങ്ങളും തിരുത്തപ്പെട്ടുണ്ടായാൽ മാത്രമേ ഇതിനകത്തൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.